എങ്ങനെയാണ് ഒരു അഫർമേഷൻ വർക്ക് ചെയ്യുന്നത്? അഫർമേഷനും ഓട്ടോ സജഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് ഒരു അഫർമേഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത്? ഒരു അഫർമേഷനും ഓട്ടോ സജഷനും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇന്നു മുതൽ ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഇത് നേടും എന്നൊക്കെ നമ്മളോട് തന്നെ നമ്മളൊരു പ്രതിജ്ഞ ആയിട്ട് പറയുന്നതിനെയാണ് ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ എന്നാണ് നമ്മൾ അഫർമേഷൻസിനെ മലയാളീകരിച്ചാൽ പറയുക. എന്നാൽ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ചിന്ത, പുതിയൊരു ആശയം, പുതിയൊരു വിശ്വാസം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നതിനെയാണ് ഓട്ടോ സജഷൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല, ഒരു നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിനെയും കൂടെ കൂട്ടി പൊതുവെ ഇപ്പോൾ അഫർമേഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻസ് എന്നാണ് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല, അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം, എങ്ങനെയാണ് ഒരു അഫർമേഷൻ വർക്ക് ചെയ്യുന്നത്? ഒരു അഫർമേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പഴയ കഥയിലേക്ക് നമുക്ക് പോകാം. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള, ഞാൻ ഒന്ന് ഓർപ്പിക്കുക മാത്രം ചെയ്യും. ദാഹിച്ചു വലഞ്ഞ ഒരു കാക്ക ആകാശത്തിലൂടെ പോകുമായിരുന്നു. അത് പറന്നു പോയായിരുന്നു. അതിന് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എങ്ങും വെള്ളം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഭൂമിയിൽ ഒരു കുടത്തിനകത്ത് സ്വല്പം വെള്ളം കണ്ടു. കുടത്തിൻ്റെ അടിയിലാണ് കുറച്ച് വെള്ളമുള്ളത്. എന്താണ് പ്രശ്നം? ഇതിന് കുടത്തിനുള്ളിൽ പോയി വെള്ളം കുടിക്കാൻ പറ്റില്ല, അതിൻ്റെ ചുണ്ടെത്തില്ല. കാക്ക ആലോചിച്ചു, കാക്കയ്ക്കൊരു ബുദ്ധി തോന്നി. കാക്ക എന്ത് ചെയ്തു? ചുറ്റിനുള്ള കല്ലുകൾ ഓരോന്നോരോന്നായി അതിൻ്റെ കൊക്ക് കൊണ്ട് പെറുക്കിയെടുത്ത് ഈ കുടത്തിലേക്ക് ഇട്ടു കൊടുത്തു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ ജലനിരപ്പ് ഉയർന്നു. അതിന് കുടിക്കാൻ പാകത്തിന് ജലനിരപ്പ് ഉയർന്നപ്പോൾ കാക്ക ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് അത് പറന്നുപോയി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. ഇവിടെ ഇതുപോലെ തന്നെയാണ് ശരിക്കും അഫർമേഷൻസും വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം പറഞ്ഞത് കൊണ്ടോ ഒന്നോ രണ്ടോ തവണ പറഞ്ഞത് കൊണ്ടോ ഒന്നും ചിലപ്പോൾ ഇത് നമുക്ക് കാര്യമായ ഒരു റിസൾട്ട് നമ്മൾ ഉണ്ടാക്കത്തില്ല. ചില കാര്യങ്ങളിൽ, വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളിൽ സംഭവിച്ചേക്കാം, ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടായേക്കാം. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഗൗരവമുള്ള കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ബിലീവ്സ് ഉള്ളതാണെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് പലപ്പോഴും പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ദിവസവും അത് ചെയ്തുകൊണ്ടേയിരിക്കണം, നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെയാണ് പലപ്പോഴും അഫർമേഷൻസ് വർക്ക് ചെയ്യാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. പല ആളുകളും ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി അങ്ങ് നിർത്തും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ കാക്ക ഈ കുടത്തിലേക്ക് ഓരോ കല്ലിടുമ്പോൾ ആദ്യത്തെ ഒരു കല്ലിട്ട സമയത്ത് നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരു വ്യത്യാസം ഒരുപക്ഷെ ഉണ്ടാവില്ല. ഒരു രണ്ടോ മൂന്നോ കല്ലിടുമ്പോൾ പോലും നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും അറിയില്ല. കുറേ കല്ലുകൾ ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് കാണത്തക്ക രീതിയിൽ, വിസിബിളായിട്ടുള്ള രീതിയിൽ ആ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടാവുക. എന്ന് പറയുന്നത് പോലെ തന്നെ അഫർമേഷൻ നമ്മൾ നിരന്തരമായി എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മൊമെൻ്റ് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ മാറ്റം വരുന്നുണ്ട് എന്ന് നമുക്ക് ഒരു വിശ്വാസം വരുന്ന നമുക്ക് ഒരു മൊമെൻ്റ് വരും. അതിനുശേഷം നിരന്തരമായി ഇത് ഉയർന്നു വരുന്നത് പോലെ, വെള്ളം ഉയർന്നു വരുന്നത് പോലെ നമുക്കുള്ള ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് നമുക്കറിയാം. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലാണ് ആ റിസൾട്ട് സംഭവിക്കുന്നത്. ആ റിസൾട്ട് വരുന്നത് വരെ അത് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്, അതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മളൊരു അഫർമേഷൻ പറയുമ്പോൾ, ഈ അഫർമേഷൻ പറയുമ്പോൾ മാജിക്കലായിട്ട് എന്തോ സംഭവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വാക്ക് ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു മൂവി നമ്മുടെ തലച്ചോറ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൂവി മാത്രമല്ല, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു റോസ് ഫ്ലവർ അല്ലെങ്കിൽ ഒരു റോസാപ്പൂ എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു റോസാപ്പൂവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു റോസാപ്പൂ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു റോസാപ്പൂവിൻ്റെ രൂപം, അതിൻ്റെ നിറം, അത് മാത്രമല്ല നമ്മൾ സൃഷ്ടിക്കുന്നത്, അതിൻ്റെ മണവും റോസാപ്പൂ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സോഫ്റ്റ് ഫീലിംഗ് ഒക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കത് കോൺഷ്യസ്ലി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കാം.
എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു റോസാപ്പൂ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ളൊരു റോസാപ്പൂ എങ്ങനെയൊക്കെ നമുക്ക് ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കിയോ ആ ഇന്ദ്രിയാനുഭവങ്ങളെല്ലാം തന്നെ 5 ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ റോസാപ്പൂ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ റോസാപ്പൂ എന്ന് കേൾക്കുമ്പോഴോ റോസാപ്പൂ എന്ന് എഴുതുമ്പോഴോ ഒക്കെ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് അഫർമേഷൻ കേൾക്കാം, പറയാം, എഴുതാം, ഇതെല്ലാം റിസൾട്ട് തരുന്നത്. കാരണം ഇത് ഏത് രീതിയിൽ ചെയ്താലും നമ്മുടെ ഉള്ളിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സംഭവമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു വിഷ്വലായിട്ട് മാത്രമല്ല, കാഴ്ചയായിട്ടും കേൾവിയായിട്ടും മണമായും രുചിയായും എല്ലാം അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു അനുഭവമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഭാവനയായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഈ ഭാവന എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് ഈ ഭാവനയും യാഥാർത്ഥ്യത്തെയും തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മൾ ഒരു ഭാവന ഉണ്ടാക്കുമ്പോൾ ബ്രെയിൻ അത് യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് സ്വപ്നം കാണുമ്പോൾ, നമ്മൾ സ്വപ്നത്തിൽ ഒരു പുലിയെ കാണുമ്പോൾ നമ്മൾ പേടിക്കുന്നു. സ്വപ്നത്തിൽ നമ്മൾ ഓടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കിതയ്ക്കുകയും ക്ഷീണിക്കുകയും ചെയ്യും. ശരിക്കും നമുക്ക് കിതയ്ക്കും, നമ്മൾ വേർക്കും നമ്മുടെ ശരീരം. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിന് അത് സ്വപ്നമാണെന്ന് അപ്പോൾ അറിയില്ല, അത് യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ഭാവന ഉണ്ടാക്കുമ്പോൾ ആ ഭാവന നിരന്തരമായ ഒരു ഭാവനയിലൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് സത്യമായി തന്നെ വിശ്വസിക്കും. അപ്പോൾ ഈ ഭാവന എങ്ങനെ ഉണ്ടാകുന്നു? ചില ആൾക്കാർ പറയും എനിക്ക് ഭാവിക്കാനുള്ള കഴിവില്ല, സങ്കല്പിക്കാനുള്ള കഴിവില്ല. സങ്കല്പം സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നുണ്ട്. നമ്മളൊരു അഫർമേഷൻ പറയുമ്പോൾ, ഒരു റോസാപ്പൂ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ റോസാപ്പൂവിൻ്റെ എല്ലാ അനുഭവങ്ങളും നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളൊരു അഫർമേഷൻ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അറിയാതെയാണ്, അബോധ തലത്തിലാണ് നടക്കുന്നതെന്ന് മാത്രം, പക്ഷേ അത് സംഭവിക്കുന്നുണ്ട്. ഈ ഭാവന നിരന്തരമായി ഉണ്ടാകുന്നുണ്ട് നമ്മൾ അഫർമേഷൻ പറയുമ്പോൾ. പഴയ കാലത്ത് മന്ത്രങ്ങൾ ചാണ്ടിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു മന്ത്രത്തിനൊരു സങ്കല്പമുണ്ട്, ഒരു മൂർത്തിയുണ്ട്. അപ്പോൾ ആ മന്ത്രങ്ങൾ വെറുതെ അവർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അത് ചൊല്ലുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഓർമ്മകളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഭാവനയും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. യാഥാർത്ഥ്യം തമ്മിൽ ബ്രെയിന് വ്യത്യാസമില്ല. ബ്രെയിൻ അത് സത്യമായി തന്നെ എടുക്കുന്നു. അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമുക്ക് സംഭവിക്കുന്നു. ഇനി ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് വളരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആത്മവിശ്വാസമുള്ള ഒരാളാണ് എന്ന് നിരന്തരമായി അയാൾ പറയുമ്പോൾ, അയാൾ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് മനസ്സൊരു ചിത്രം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മൂവി ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിരന്തരമായി സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വസിക്കാൻ തുടങ്ങും, ഞാൻ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണെന്ന്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻറ്റേർണൽ റിയാലിറ്റി ആയി. അല്ലെങ്കിൽ ഒരാൾ ഞാൻ റിച്ചാണ്, ഞാൻ സമ്പന്നനാണ് എന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇയാൾ സമ്പന്നനായി നിൽക്കുന്ന ഒരു ഇമേജ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. ഇത് നിരന്തരമായി നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഭാവനയുടെ ശക്തി മൂലം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് വിശ്വസിച്ച് കഴിയുമ്പോൾ അതൊരു ഇൻറ്റേർണൽ റിയാലിറ്റിയായി മാറും. അതായത് ഞാൻ സമ്പന്നനാണ് എന്നുള്ള ഒരു ആന്തരിക യാഥാർത്ഥ്യം ഉള്ളിലുണ്ടാവും. ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഒരു ആന്തരിക യാഥാർത്ഥ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാഹ്യ യാഥാർത്ഥ്യമായി മാറിയേ പറ്റൂ. ഒരു ഇൻറ്റേർണൽ റിയാലിറ്റി ഒരു എക്സ്റ്റേണൽ റിയാലിറ്റി ആയേ പറ്റൂ. കാരണം അത് എക്സ്റ്റേണൽ റിയാലിറ്റി ആകുന്നത് വരെ നമ്മുടെ മനസ്സ് നമ്മളെ അങ്ങോട്ട് തള്ളിക്കൊണ്ടേയിരിക്കും. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് ആവശ്യമുള്ള അവസരങ്ങളെ നമ്മളെ കാണിച്ചുകൊണ്ടേയിരിക്കും. അവസരങ്ങൾ കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സ്. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ആന്തരിക യാഥാർത്ഥ്യം ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിനുള്ള അവസരങ്ങൾ കണ്ടെത്തും, നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ അവസരങ്ങൾ കണ്ടെത്തുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആക്ഷനിലൂടെ, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളിലൊക്കെ ഇങ്ങനെ ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് വൺസ് നമുക്കൊരു ആന്തരിക യാഥാർത്ഥ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആന്തരിക യാഥാർത്ഥ്യം ബാഹ്യ യാഥാർത്ഥ്യമായി മാറത്തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് നമ്മളെ എപ്പോഴും തള്ളിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ പ്ലാൻഡ് ആയിട്ടായിരിക്കുമല്ലോ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇവൻ പ്ലാനിങ് ഉണ്ടാക്കാൻ പോലും നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കണമല്ലോ. അങ്ങനെ ഒരു നിരന്തര പ്രേരണ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് അഫർമേഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് അഫർമേഷൻ പറഞ്ഞ ഉടനെ മാജിക്കലി എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയല്ല. ഈ അഫർമേഷൻ നമ്മളെ കൊണ്ട്
ആ അഫർമേഷൻ കൊണ്ടുണ്ടായ ആന്തരിക യാഥാർത്ഥ്യം ബാഹ്യ യാഥാർത്ഥ്യമായി മാറത്തക്ക രീതിയിലുള്ള പ്രവർത്തികൾ എടുപ്പിക്കും. അതിനനുസരിച്ച രീതിയിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് എപ്പോഴും നമ്മുടെ ബ്രെയിൻ അലേർട്ടായിരിക്കും അവസരങ്ങൾ കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ അവസരങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അവസരങ്ങൾ കണ്ടെത്തുകയും അതിനുള്ള ആവശ്യമായ ആക്ഷൻസ് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. ഇതിനൊരു മറുവശം ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ബിലീഫ് വളരെ ശക്തങ്ങളാണെങ്കിൽ, ഇത് ശക്തങ്ങളാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കാണും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് കോൺഫിഡൻസ് ഇല്ല, ഇയാൾ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് പല സ്ഥലത്തു നിന്നും ഒളിച്ചോട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവാം. ഇങ്ങനത്തെ പല അനുഭവങ്ങൾ അയാളുടെ ഭൂതകാലങ്ങളിലുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു ബിലീവ് വളരെ ശക്തമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സാധാരണഗതിയിലുള്ള അഫർമേഷൻ കൊണ്ട് ചിലപ്പോൾ മാറിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു സാധാരണഗതിയിലുള്ള അഫർമേഷൻ കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇനിയും ചിലപ്പോൾ വളരെ കാലം ചെയ്താൽ മാത്രമേ ചിലപ്പോൾ റിസൾട്ട് കിട്ടൂ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു 25 വയസ്സിൽ തുടങ്ങുന്നത് ചിലപ്പോൾ 50-60 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ ആ കാലം അപ്പം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അഫർമേഷൻ കൊണ്ടുണ്ട്. എന്നാൽ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്, ഹിപ്നോട്ടിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് നിങ്ങൾ സജഷൻസ് ഫോർമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഹിപ്നോട്ടിക് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ ഫെയിലിയർ ആണ്. അതായത് ഫെയിലിയർ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഒരു ഓട്ടോ സജഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച സജഷൻസോ അഫർമേഷൻസോ ഉപയോഗിക്കേണ്ട. നിങ്ങളുടെ ആവശ്യത്തിന്, ഏതാവശ്യത്തിനും നിങ്ങൾക്ക് സ്വന്തമായി അഫർമേഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് ഹിപ്നോട്ടിക് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരുന്നുള്ള ഗുണം. അത്തരത്തിൽ ഹിപ്നോട്ടിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് എങ്ങനെ ഓട്ടോ സജഷൻസ് ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ, കോൺടാക്ട് നൗ.